പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ 5 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് സ്കെലാർ ചെയിൻ ആൻഡ് ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പ്ലെയിൻ ദി പ്രിൻസിപ്പിൾ സ്കെലാർ ചെയിൻ ആൻഡ് ഗാങ് പ്ലാങ്ക് എന്നുള്ള 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ കൊടുക്കുക. ഓക്കെ, ആദ്യം തന്നെ എന്താണെന്ന് വരച്ചു വെക്കുക. അതുപോലെ തന്നെ സ്കെലാർ ചെയിൻ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താണ് സ്കെലാർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ സുപ്പീരിയേഴ്സും ഉണ്ട് സബോർഡിനേറ്റ്സും ഉണ്ട്. അവരുടെ പൊസിഷൻസിനനുസരിച്ച് അവരെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണ് സ്കെലാർ ചെയിൻ എന്നുള്ളത്. അപ്പൊ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബോസ് എന്ന് പറയുന്നത് എ ആണെന്ന് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ പി, അതുപോലെ തന്നെ പി എന്ന് പറയുന്നത് ലാസ്റ്റ് പൊസിഷനിലുള്ള ആളാണ് അല്ലെ. അപ്പൊ ഈ ലാസ്റ്റ് പൊസിഷനിലുള്ള പിക്ക് അതേ പൊസിഷനിലുള്ള എഫുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്താണ് ഒരു ശൃംഖല പോലെ ആദ്യം പി ഒയോട്, പിന്നെ എന്നോട്, പിന്നെ എമ്മിനോട്, ഇങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ പോകുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു സിസ്റ്റമാണ് സ്കെലാർ ചെയിൻ. അപ്പൊ എന്താണ് ഗാങ് പ്ലാങ്ക്? ഈ ഒരു എല്ലാ സിറ്റുവേഷനിലും ഈ ഒരു സ്കെലാർ ചെയിൻ വർക്ക് ആവണമെന്നില്ല. അതായത് എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് അവിടെ ഡിസിഷൻ മേക്കിങ്ങിന് അതുപോലെ തന്നെ അവിടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഡിലേ വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താന്നുള്ളത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക, ഗാങ് പ്ലാങ്ക് എന്താന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് 5 മാർക്ക് ഫുള്ള് കിട്ടുള്ളൂ. ഓക്കെ.